ഒരിക്കലെ ഒരു 40 മണിക്കൂർ ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് പോയൊരു ദിവസം ഓർക്കാണ്. ഞാനങ്ങനെ ആരാധന ചാപ്പലിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ 40 മണിക്കൂർ ആരാധന നടക്കാം. ആ സമയത്ത് അനാഥാലയത്തിലെ ഒത്തിരി കുട്ടികൾ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുഞ്ഞ് ആ ആരാധന സമയത്ത് ഒരു പാട്ടുപാടി. അമ്മ മറന്നാലും ദൈവം മറക്കില്ലെന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവർ, ഈ പാട്ട് കേൾക്കുമ്പോൾ അമ്മയും അപ്പനും ഉള്ള നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ ഈ അനാഥ കുഞ്ഞുങ്ങൾ പാടാ, അമ്മ മറന്നാലും ദൈവം മറക്കില്ലെന്ന് എൻ്റെ ജീവിത അനുഭവം എന്നെ പഠിപ്പിച്ചു. ഞാനപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, അപ്പനും അമ്മയും ഇല്ല, ആരാണെന്നറിയില്ല, അനാഥ ബാല്യങ്ങളായിട്ട് ഈ ഭൂമിയെ ജനിക്കപ്പെട്ടവർ. ജനിക്കപ്പെടുമ്പോൾ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, എന്നാൽ ഉപേക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ആരെയും അറിയാത്ത ഈ മക്കള്. അവർ പാടാണ്, അമ്മ മറന്നാലും ദൈവം മറക്കില്ലെന്ന് അനുഭവം പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ ഈ പാട്ട് കേട്ടിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിതിൻ്റെ ലോജിക്ക് മനസ്സിലാകാതിരിക്കുക. നമ്മൾക്ക് ലോജിക്കലി ചിന്തിക്കുന്നവരല്ലേ. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ആ പുറകിലിരിക്കുന്ന ഒരു സിസ്റ്റർ, അതിൽ ഒരു വീൽ ചെയറിലൊരു കൊച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഉമ്മനീര് വരുന്നുണ്ട്. സിസ്റ്റർ ടൗലെടുത്ത് തുടയ്ക്കുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി, അവൾ ഈ കൊച്ചിൻ്റെ അമ്മ മറന്നാലും ദൈവം സഭയിൽ അനേകം അമ്മമാരെ നിസ്വാർത്ഥമായ സ്നേഹം കൊണ്ട് തന്നിട്ടുണ്ട്. കുറ്റിക്കലച്ചൻ പോലെയുള്ള അനേകം വൈദികരെ ആകാശപ്പറവ എന്ന ശുശ്രൂഷ വഴി അനേകരെ ഈ ലോകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഈ ആകാശപ്പറവ ശുശ്രൂഷയിലേക്കൊന്ന് ശുശ്രൂഷ ചെയ്യണമെന്ന്. അങ്ങനെ ഒരിക്കൽ ഞങ്ങളുടെ CMI സഭയിൽപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ്. കരിമ്പയിലുള്ളൊരു ആശ്രമത്തിലേക്ക് വലിയ തീഷ്ണതയോടാണ് ചെല്ലുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അന്ന് ഈ ആശ്രമത്തിൽ ചെന്നപ്പോൾ അവിടെയുള്ള അച്ഛൻ ഇപ്പോൾ മരണം വേർപെട്ടു പോയി. സണ്ണിയച്ഛൻ എന്നാണ് അച്ഛൻ്റെ പേര്. അച്ഛനൊരു എഞ്ചിനീയറാണ്. അച്ഛന് ഈ പാവങ്ങളുടെ ഒപ്പം ജീവിക്കുക. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എന്ത് ജോലി വേണമെങ്കിലും ഇവിടെ ചെയ്യാം. ഒരു ചെമ്മാച്ചൻ്റെ തീഷ്ണതയേറിയ സ്നേഹം കൊണ്ട് ഞാനിതൊക്കെയും പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, രാവിലെ ഇവിടെ സെല്ല് ക്ലീൻ ചെയ്യണം. ഇവിടെ ഒത്തിരി മാനസിക രോഗികളായ മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ കണ്ടത് ഈ അച്ഛനൊക്കെ ആ മക്കളെ സ്വന്തം അനുജന്മാരെ പോലെ, സ്വന്തം മക്കളെ പോലെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നവർ. ഇതുപോലെ തന്നെ മദർ തെരേസ സിസ്റ്റേഴ്സൊക്കെയും ചെയ്ത്. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സാക്ഷിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കൃപയാണ്. ഇത് കുറച്ചു പേർക്ക് മാത്രമുള്ളതല്ല. നമ്മളെല്ലാം മാമോദീസ മുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ മുഖം നമുക്കെല്ലാവർക്കും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ആശ്രമത്തിലെ സെല്ലിൽ ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ ആദ്യം ചെല്ലുന്നത് ഒരു സെല്ലിൽ കിടക്കുന്ന ഒരു മാനസിക രോഗിയായ മകനെ ഒന്ന് ക്ലീൻ ചെയ്യാനാണ്. അവിടെ ചെല്ലുമ്പോൾ ഇവൻ ബാത്റൂമിൽ പോകുന്നവൻ്റെ വേസ്റ്റ് എല്ലാം ഇവൻ്റെ കയ്യിലുണ്ട്. കുറേ കയ്യിലുണ്ട്. അങ്ങനെ ചുമരുമയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ കയറിയതിനേക്കാൾ സ്പീഡിൽ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇതൊക്കെ ചെയ്യാൻ പറ്റും തോന്നണില്ല. നമുക്കിനി ഭക്ഷണം കഴിക്കണ്ടേ, നമുക്ക് ഇങ്ങനെ ചെയ്യണ്ടേ, ഇതൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണേ? ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് ഇത് പറ്റും തോന്നണില്ല. ഇത് ചെയ്യാൻ വലിയ ആവേശത്തോടെ പോയി എനിക്ക് പോലും അത് ചെയ്യാൻ പറ്റാതെ ഇറങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ കൂട്ടുകാരനായി ഈ അച്ഛൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് അവനെ കുളിപ്പിക്കുന്നു, അവനെ കഴുകുന്നു. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇത് എങ്ങനെയാണ് നിനക്കിത് ചെയ്യാൻ പറ്റുന്നത്? ഇതെങ്ങനെയാണ് നിനക്ക് ഈ ഒരു അവസ്ഥയെ പരിഗണിക്കാൻ പറ്റുന്നത്? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ പുറത്തിരിക്കുമ്പോൾ ആ ആശ്രമത്തിൻ്റെ അച്ഛനായ സണ്ണിയച്ഛൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സിജോ, നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ? ഞാൻ പറഞ്ഞു, അച്ഛാ, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല, നീ ഇവിടെ ഇരിക്കും. ഇവിടെ ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ്റെ കാലിൽ മന്ദരോഗമാണ്. അപ്പോൾ ആ അപ്പച്ചൻ്റെ കാലൊന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോന്? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ചെയ്യാം അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വലിയൊരു പൂണി കൊണ്ടുവച്ചു. അപ്പോൾ എനിക്കിത് മനസ്സിലായില്ല, എന്തിനാ ഇത്രയും വലിയൊരു പൂണി ഈ വ്യക്തിയെ ക്ലീൻ ചെയ്യാൻ വെക്കുന്നത്? അങ്ങനെ ഈ മനുഷ്യൻ്റെ കാല് എൻ്റെ 3 കാല് കൂട്ടി വെച്ചാലാണ് അതുപോലത്തെ ഒരു കാലുണ്ടാവുള്ളൂ. അങ്ങനെ ഈ കെട്ടുകൾ ഓരോന്ന് അഴിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് പുഴുക്കൾ വീഴാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, ഇത് കണ്ടപ്പോഴേക്കും എൻ്റെ കൈ കാല് വരയ്ക്കാൻ തുടങ്ങി. കാരണം ജീവിതത്തിൽ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ, ഇത് ചെയ്തവരെ ഓർക്കുമ്പോഴില്ലേ അവർ ദൈവങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ കൺമുമ്പിലുണ്ടാവും. അങ്ങനെ ഞാനിതിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് എൻ്റെ സുഹൃത്തായ അച്ഛൻ, ആ സെല്ല് ക്ലീൻ ചെയ്യുന്ന അച്ഛൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു, സഹോദര, എനിക്ക് ഇതും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആഗ്രഹമുണ്ട്, എന്നാൽ എൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ഒരു തടസ്സമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സിജോ, ഇത് നിൻ്റെ അപ്പനാണെങ്കിൽ നീ ചെയ്യുമായിരുന്നോ? ഈ സെല്ലിൽ കിടക്കുന്നത് നിനക്ക് ജന്മം തന്ന അപ്പനാണെങ്കിൽ നീ ചെയ്യുമായിരുന്നോ? ആ കാലിൽ മന്ദരോഗം വന്നത് നിൻ്റെ അമ്മയ്ക്കോ അപ്പനോ ആണെങ്കിൽ നീ ചെയ്യുമോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ചെയ്യും. അത് നിൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നാത്തത് കൊണ്ടാണ്. നീ ഒരു പുരോഹിതനാകുമ്പോൾ നീ അറിയണേ, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ചിലപ്പോൾ നിൻ്റെ അപ്പന് ശുശ്രൂഷിക്കാൻ പറ്റിയില്ലെങ്കിലും നീ ചെയ്തു വെക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്ന കടമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്, ഈ നിസ്വാർത്ഥമായ സ്നേഹം നമുക്ക് ചുറ്റിലും കാണാതെ പോകുന്നുണ്ട്.
തെരുവോരങ്ങളിൽ കിടക്കുന്ന മനുഷ്യരെ കാണാതെ പോകുമ്പോൾ അവരുടെ നിശ്വാസങ്ങളും സ്വർഗത്തിൽ എത്തുന്നുണ്ടെന്ന് തിരിച്ചറിയുക. സ്നേഹം വില കൊടുത്ത് വാങ്ങേണ്ടതല്ല, സ്നേഹം ജീവിതം കൊണ്ട് പൂർത്തിയാക്കേണ്ടതാണ്. ലവ് എന്ന വാക്കാണ് ഇന്ന് ലോകം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. യുവജനങ്ങളുടെ ഇടയിലും അതുപോലെ ഈ ഇമോജി പോലത്തെ കാര്യങ്ങളിലേക്ക് ലവ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ലവ്? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ സ്നേഹം ഇതായിരുന്നു, LOVE. ഈ അക്ഷരത്തെ ഓരോന്നിൻ്റെ ഇടയിലൂടെ കടന്നുപോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഇനിയും സ്നേഹിക്കാൻ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം L എന്ന അക്ഷരമാണ്. ഇംഗ്ലീഷിൽ L എന്ന അക്ഷരത്തിലാണ് ലവ് എന്ന വാക്ക് തുടങ്ങുന്നത്. L എന്ന് പറഞ്ഞാൽ ലൈഫാണ്. ജീവിതത്തെ സ്നേഹിക്കാൻ പഠിക്കണം. ഞാനായിരിക്കുന്ന എൻ്റെ സാഹചര്യങ്ങളെ സ്നേഹിക്കാൻ പഠിക്കണം. എൻ്റെ ചുറ്റുപാടിലുള്ളവരെ എങ്ങനെ ജീവിക്കുന്നു എന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, അതാണ് ജീവിതത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ. ജീവിതത്തെ സ്നേഹിക്കാത്തൊരു വ്യക്തിക്ക് ജീവിതങ്ങളെ കണ്ടുമുട്ടാൻ കഴിയില്ല. രണ്ടാമത്തെ വാക്കാണ് LO എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസ്, അനുസരണം. സ്നേഹത്തിൽ ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കുന്നത് അനുസരണമാണ്. ഇന്ന് അനേകം കുട്ടികൾ മാതാപിതാക്കളുടെ സ്നേഹത്തെ ഇട്ടെറിഞ്ഞുകൊണ്ട് ഇഷ്ടമുള്ളവരുടെ പുറകെ പോകുമ്പോൾ അറിയുക, അനുസരണത്തെ നഷ്ടപ്പെടുത്തി നീ കടന്നു ചെല്ലുന്നിടത്ത് നിന്നെയും അനുസരിക്കാത്ത ഒരു ജീവിത പങ്കാളി വേണമെങ്കിൽ കടന്നു വരാം. കാരണം അനുസരണക്കേട് ജീവിതത്തിൽ ഒരു തകർച്ചയാണ്. ദൈവം വചനത്തിൽ പറയുന്നില്ലേ, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. അനേകം ബലി അർപ്പിക്കുകയും അനുസരണക്കേട് കാണിച്ച് വീടിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്യുമ്പോൾ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്നറിയുക. അതാണ് ഒബീഡിയൻസ്, അനുസരണം. മാതാവിൽ നിറഞ്ഞു നിന്ന ദൈവാനുസരണം, ഫിയാത്ത് പറയാൻ പരിശുദ്ധ അമ്മ കാണിച്ച അമ്മയുടെ ഹൃദയത്തിലെ അനുസരണം നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, LOV എന്ന് പറഞ്ഞ വിക്ടറീസ്, വിജയങ്ങൾ. ഈ ലോകത്ത് ഒത്തിരി വിജയങ്ങൾ ആഘോഷിക്കുമ്പോഴും പരാജയത്തിൻ്റെ വിജയങ്ങൾ ആഘോഷിക്കുമ്പോഴും തിരിച്ചറിയുക, എന്താണ് യഥാർത്ഥ വിജയം. തോറ്റുകൊടുക്കാനുള്ള മനസ്സ് ഒരു വിജയത്തിൻ്റെ തുടക്കമാണ്. ഒരിക്കലെ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നടന്നൊരു സംഭവമാണ്. ഒരു നല്ല ഓട്ടക്കാരൻ മുന്നിൽ ഓടിപ്പോകുന്നു. പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ മസിൽ വീക്കം വന്ന് വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, ബാക്കിൽ ഓടിയിരുന്ന മനുഷ്യൻ ഓട്ടം പൂർത്തീകരിക്കാതെ ഇദ്ദേഹത്തെ സഹായിക്കുക. അതൊരു മനസ്സാണ്. ഞാൻ ഓടിയാൽ ചിലപ്പോൾ ജയിക്കണമെന്നില്ല, എന്നാൽ മുന്നിൽ നിന്നവൻ വീഴുമ്പോൾ അവനെ കൈപിടിച്ചുയർത്താൻ ഒരാളുണ്ടെങ്കിൽ ജീവിതത്തിൽ അനേകര് ആത്മഹത്യയിൽ നിന്ന് കയറി വന്നേനെ. ചുറ്റുപാടും ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് പലതും പറയും. എനിക്ക് 2-3 ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന്. അങ്ങനെ പറയുന്നൊരു മനുഷ്യനൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത് ചിന്ത വന്ന സമയത്ത് ആ മനുഷ്യൻ്റെ കയ്യിനൊന്ന് താങ്ങിയിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സ്നേഹം നമ്മൾ കൊടുക്കുക. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹിക്കാനുള്ള കഴിവുകൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ചുറ്റുപാടുകൾ നോക്കുമ്പോൾ ഈ സ്നേഹം ഉണ്ടാകണം. LOVE. E എന്ന് പറയുന്നത് എക്സ്ട്രാസ് ആണ്. ബൈബിൾ എപ്പോഴും പഠിപ്പിക്കുക, നിന്നോട് 1 മൈൽ ദൂരം പോകാൻ പറയുമ്പോൾ നീ 2 മൈൽ ദൂരം പോകണം. നിന്റെ ഒരു ചെകിട് തടിക്കുമ്പോൾ നീ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അടി കിട്ടുമ്പോൾ കാണിച്ചു കൊടുക്കാനൊന്നും സമയം കിട്ടില്ല, നമുക്കറിയാം. എന്നാൽ ആ വ്യക്തിയോട് നിരുപാധികം ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കൃപയാണ്. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, അനേകർ പറയാറുണ്ട്, ഞങ്ങൾ ക്ഷമിച്ചു. എന്നാൽ അവരെക്കുറിച്ച്, നമ്മൾ ക്ഷമിച്ച വ്യക്തിയെക്കുറിച്ച് ആരെങ്കിലും ഒരു കുറ്റം പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കാത് അവിടേക്ക് എത്തുകയും അവരോടൊപ്പം ചേർന്ന് അവരെ കുറ്റം വിധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയുക, അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ക്ഷമിക്കുന്നവരോട് പലരോടും നിരുപാധികം ക്ഷമിച്ചിട്ടില്ല. അവരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ സ്നേഹമാണെന്ന് ഈശോ പഠിപ്പിക്കുന്നത് വചനത്തിലൂടെയാണ്. 1 കൊരിന്തോസ് 14:1 വചനം പറയുക, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഒരു ക്രൈസ്തവൻ്റെ ലക്ഷ്യം സ്നേഹമായിരിക്കണം. പള്ളിയിൽ പോയത് കൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ മാത്രം കാര്യമില്ല. സ്നേഹിക്കാൻ മനസ്സില്ലെങ്കിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ സ്നേഹിക്കപ്പെടുന്നവരാകണം. നമ്മളിന്ന് പരാതികളുടെ പുറകെ പോവുകയാണ്. അതുകൊണ്ട് 1 യോഹന്നാൻ 4:7-8 തിരുവചനം പറയുക, പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. നമ്മൾ ജനിക്കപ്പെട്ട ദൈവത്തിലാണെങ്കിൽ ഈ സ്നേഹം നമുക്ക് കൊടുക്കാൻ പറ്റണം. നമ്മുടെ കത്തോലിക്ക സഭയിലെ യുവജന മതബോധന ഗ്രന്ഥമായ യൂക്കാറ്റ് 402 ഖണ്ഡിക പറയുക, സ്നേഹം ത്രിത്വ ദൈവത്തിൻ്റെ ആന്തരികതയാണ്. സ്നേഹം ത്രിത്വ ദൈവത്തിൻ്റെ ആന്തരികതയാണ്. പ്രിയപ്പെട്ടവരെ, ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് സ്നേഹമാണ്. ഞാൻ എപ്പോഴും ത്രിത്വത്തെക്കുറിച്ച് ചിന്തിക്കും, ഇങ്ങനെ പറയാറുണ്ട്, H2O എന്ന് പറയുന്ന ഒരു വസ്തു, അത് വെള്ളത്തിൻ്റെ രാസനാമമാണ്. നമ്മൾ ഒരു വെള്ളം നീരാവിയാകുമ്പോഴും ആ നീരാവിയെ H2O എന്ന് തന്നെ വിളിക്കുക.
അത് ഫ്രിഡ്ജിൽ വെച്ച് ഐസ് കട്ടയാകുമ്പോഴും അതിൻ്റെ രാസനാമം H2O തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വസ്തുവിന് 3 രൂപങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. ഇതുപോലെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ സ്നേഹം ഒരു രൂപമായി മാറണം. കുടുംബ ജീവിതത്തിലുള്ളവരും പൗരോഹിത്യ ജീവിതത്തിലുള്ളവരും ഏകസ്ഥ ജീവിതത്തിലുള്ള നമ്മുടെ സഭാംഗങ്ങളായി നമ്മൾ ഓരോരുത്തരും മറ്റു മതവിഭാഗങ്ങളുടെ മുന്നിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ മുന്നിൽ, നമ്മളായിരിക്കുന്ന അവസ്ഥകളുടെ മുന്നിൽ ഈ ത്രിത്വിക ദൈവത്തിൻ്റെ ഒറ്റ സ്നേഹം നമുക്കുണ്ടാകണം.